ജോഗ്രഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, നെറ്റ് പരീക്ഷയുടെ തയ്യാറെടുപ്പ് നന്നായി പോകുന്നു വിചാരിക്കുന്നു. ആത്മവിശ്വാസത്തോടുകൂടി സിലബസ് അനുസരിച്ച് പഠിക്കുക. മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ചെയ്തു തന്നെ ശീലിക്കുക. വിജയം നിങ്ങൾക്കൊപ്പമാണ്. ഇന്ന് നെറ്റ് പേപ്പർ 1 പീപ്പിൾ ആൻഡ് എൻവയോൺമെന്റ് എന്ന യൂണിറ്റിലെ മോക്ക് ടെസ്റ്റ് 3-ാം ഭാഗമാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. First question, the initiative to establish International Solar Alliance was jointly taken by. International Solar Alliance സ്ഥാപിക്കുന്നതിനുള്ള സംരംഭം സംയുക്തമായി ഏറ്റെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? തുടക്കം കുറിച്ച രാജ്യങ്ങൾ. ഇന്ത്യ അതിലൊരു രാജ്യമാണ്. ഇന്ത്യയോടൊപ്പം മറ്റേത് രാജ്യമാണ് സോളാർ അലയൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത്? ഓപ്ഷൻ USA ആൻഡ് ഇന്ത്യ, ഫ്രാൻസ് ആൻഡ് ഇന്ത്യ, സ്വീഡൻ ആൻഡ് ഇന്ത്യ, ചൈന ആൻഡ് ഇന്ത്യ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫ്രാൻസ് ആൻഡ് ഇന്ത്യ. ഫ്രാൻസും ഇന്ത്യയുമാണ്. 30 നവംബർ 2015 ഇത് തുടക്കം കുറിക്കുന്നത്. 2015 നവംബർ 30. ഇപ്പോൾ അത് 121 കൺട്രീസ് ചേർന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ 121 കൺട്രീസ് ഉണ്ട്. എല്ലാ രാജ്യങ്ങളും തന്നെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിലുള്ളതാണ്. അതായത് ഉത്തരായന രേഖയ്ക്കും 23.5 ഡിഗ്രി നോർത്തിനും ദക്ഷിണായന രേഖ 23.5 ഡിഗ്രി സൗത്തിനും ഇടയിലുള്ള രാജ്യങ്ങളാണ്. അതായത് സൂര്യപ്രകാശം വെർട്ടിക്കലായിട്ട് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ആ സ്ഥലങ്ങളിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിലുള്ളത്. അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ വാല്യൂസ് നോക്കിയാൽ 23.5 ഡിഗ്രി നോർത്ത് ആണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഉത്തരായന രേഖ. ദക്ഷിണായന രേഖ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23.5 ഡിഗ്രി സൗത്ത്. Second question, Montreal Protocol refers to. Montreal Protocol മുന്നേയുള്ള മോക്ക് ടെസ്റ്റിലും പറഞ്ഞതാണ്. ഇതുപോലെയുള്ള എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറെ പ്രോട്ടോകോൾസ്, കോൺഫറൻസസ്, സബ്മിറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ വർഷങ്ങൾ സഹിതം പഠിക്കണം. വ്യക്തമായിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. ഇവിടെ ചോദ്യം മോൺട്രിയൽ പ്രോട്ടോകോളിനെ കുറിച്ചാണ്. ഓപ്ഷൻസ്: കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് UN സഹകരണത്തോടെയുള്ള രാജ്യങ്ങളുടെ കോർപ്പറേഷൻ. ഓപ്ഷൻ ബി, ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്ന സബ്സ്റ്റൻസിനെ ഉൽപ്പാദിപ്പിക്കാതെ ഇരിക്കുക. ഓപ്ഷൻ സി, പരിസ്ഥിതി സുസ്ഥിരത നിലനിർത്തുക. ഓപ്ഷൻ ഡി, സാമൂഹ്യ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുക. മോൺട്രിയൽ പ്രോട്ടോകോൾ റെഫേഴ്സ് ടു. ആൻസർ ഓപ്ഷൻ ബി, മോൺട്രിയൽ പ്രോട്ടോകോൾ റിലേറ്റഡ് ടു ഓസോൺ ഡിപ്ലീഷൻ, ഫേസിംഗ് ഔട്ട് ഓഫ് ദ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. ഇതൊരു ഇന്റർനാഷണൽ ട്രീറ്റിയാണ്. ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്ന സബ്സ്റ്റൻസസിന്റെ ഉപഭോഗത്തിൽ നിന്നും ഉൽപാദനത്തിൽ നിന്നും അവയെ ഒഴിവാക്കുക എന്നാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയൽ റിലേറ്റഡ് ടു ഓസോൺ ഡിപ്ലീഷൻ. ഇറ്റ് വാസ് എഗ്രീഡ് ഓൺ 16 സെപ്റ്റംബർ 1987 ആണ്. 1987 സെപ്റ്റംബർ 16 എഗ്രിമെന്റ് നടന്നത്. പക്ഷെ അത് നിലവിൽ വരുന്നത് 1 ജനുവരി 1989 ആണ്. അപ്പൊ 16 സെപ്റ്റംബർ ആണ് ഓസോൺ ഡേ ആയിട്ടുള്ളത്. അപ്പൊ എഗ്രിമെന്റ് നടന്നത് 16 സെപ്റ്റംബർ 1987. entered into force on 1 ജനുവരി 1989. Next question, match list 1 with list 2. ലിസ്റ്റ് 1 നിങ്ങളുടെ ഇമ്പോർട്ടന്റ് ഡേയ്സ് ആണ്. ലിസ്റ്റ് 2 ആ ഡേറ്റ്സ്. ഇപ്പൊ ഡേയ്സ് പറഞ്ഞാൽ നാഷണൽ സയൻസ് ഡേ, വേൾഡ് ടീച്ചേഴ്സ് ഡേ, ഇന്റർനാഷണൽ ലിറ്ററസി ഡേ, ഇന്റർനാഷണൽ ഡേ ഓഫ് ഗേൾ ചൈൽഡ്. അപ്പൊ ഇതുപോലുള്ള ഇമ്പോർട്ടന്റ് ഡേയ്സും പഠിക്കണം. ഇവിടെ നാഷണൽ സയൻസ് ഡേ ഫെബ്രുവരി 28 നാഷണൽ സയൻസ് ഡേ ഫെബ്രുവരി 28. വേൾഡ് ടീച്ചേഴ്സ് ഡേ നമ്മുടെ ഇന്ത്യയിലെ ടീച്ചേഴ്സ് ഡേ ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 5 കൃത്യം ഒരു മാസം കഴിയുമ്പോഴാണ് വേൾഡ് ടീച്ചേഴ്സ് ഡേ. ഒക്ടോബർ 5 വേൾഡ് ടീച്ചേഴ്സ് ഡേ, ഒക്ടോബർ 5. അടുത്ത ഇന്റർനാഷണൽ ലിറ്ററസി ഡേ സെപ്റ്റംബർ 8. ഇന്റർനാഷണൽ ലിറ്ററസി ഡേ സെപ്റ്റംബർ 8. ഇന്റർനാഷണൽ ഡേ ഓഫ് ഗേൾ ചൈൽഡ് ഓൺ ഒക്ടോബർ 11. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. സയൻസ് ഡേ ഫെബ്രുവരി 28, വേൾഡ് ടീച്ചേഴ്സ് ഡേ ഒക്ടോബർ 5, ഇന്റർനാഷണൽ ലിറ്ററസി ഡേ സെപ്റ്റംബർ 8, ഇന്റർനാഷണൽ ഡേ ഓഫ് ഗേൾ ചൈൽഡ് ഒക്ടോബർ 11. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ എയർ പൊല്യൂട്ടന്റ് ഇൻ അർബൻ ഏരിയാസ് വിച്ച് ഇറിറ്റേറ്റ്സ് ഐ ആൻഡ് ഓൾസോ റെസ്പിറേറ്ററി ട്രാക്ട് ഓഫ് ഹ്യൂമൻ ബീങ്സ്. കണ്ണിനും ശ്വാസകോശ വ്യവസ്ഥയ്ക്കും ഒക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതും നഗരപ്രദേശങ്ങളിൽ കാണപ്പെടുന്നതുമായ എയർ പൊല്യൂട്ടന്റ് ഏതാണ്? നഗരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു എയർ പൊല്യൂട്ടന്റ് ആണ് കണ്ണിനും ശ്വാസകോശ വ്യവസ്ഥയ്ക്കും തകരാറുണ്ടാക്കുന്നത്.
ഓപ്ഷൻസ് particulate matter, oxides of nitrogen, surface ozone, carbon monoxide. ആൻസർ ഓപ്ഷൻ സി ആണ്, സർഫസ് ഓസോൺ ആണ്. സർഫസ് ഓസോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈഡ്സ് ഇൻ ദ ഓഷൻസ് ആർ കോസ്ഡ് ബൈ. വേലിയേറ്റം ടൈഡ്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന്. ഓപ്ഷൻസ് എ, സമുദ്രജലം ഉൾപ്പെടെയുള്ള ഭൂമിയുടെ ഉപരിതലത്തോടുള്ള ചന്ദ്രന്റെ ഗുരുത്വാകർഷണം. ഓപ്ഷൻ ബി, ഭൂമിയുടെ ഉപരിതലത്തോട് മാത്രമായുള്ള ചന്ദ്രന്റെ ഗുരുത്വാകർഷണം, അതായത് സമുദ്രജലത്തോടില്ല, ഭൂമിയുടെ ഉപരിതലത്തോട് മാത്രം. ഓപ്ഷൻ സി, സമുദ്രജലം ഉൾപ്പെടെയുള്ള ഭൂമിയുടെ ഉപരിതലത്തോട് ഉള്ള സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണം. ഓപ്ഷൻ ഡി, സമുദ്രജലത്തോട് മാത്രമായുള്ള ചന്ദ്രന്റെ ഗുരുത്വാകർഷണം. ഇതിൽ ഏതാണ് വേലിയേറ്റം അല്ലെങ്കിൽ ടൈഡ്സ് ഉണ്ടാകാൻ കാരണമാകുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ദ മൂൺ ആൻഡ് ദ സൺ ഓൺ എർത്ത് സർഫസ് ഇൻക്ലൂഡിംഗ് ദ വാട്ടർ. സമുദ്രജലം ഉൾപ്പെടെയുള്ള ഭൂമിയുടെ ഉപരിതലത്തോടുള്ള സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണമാണ് വേലിയേറ്റത്തിന് അല്ലെങ്കിൽ ടൈഡ്സിന് കാരണമാകുന്നത്. The next question. In the recently launched air quality index in India, which of the following pollutant is not included? എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ കുറെ എയർ പൊല്യൂട്ടൻസിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വരാത്തത് ഏത്? കാർബൺ മോണോക്സൈഡ്, ഫൈൻ പെർട്ടിക്കുലേറ്റ് മാറ്റർ, ഓസോൺ, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ. അതൊരു എയർ പൊല്യൂട്ടന്റ് ആയിരുന്നു, പക്ഷെ ഇന്ത്യയിൽ റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ക്ലോറോ ഫ്ലൂറോ കാർബണിന്റെ പേരില്ല. നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് AQI ആണ് ഇന്ത്യയുടെ നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ്. നിലവിൽ വന്നത് 17 സെപ്റ്റംബർ 2014 17 സെപ്റ്റംബർ 2014 ന്യൂഡൽഹിയാണ് ആസ്ഥാനം. അപ്പൊ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പൊല്യൂട്ടൻസ് ആണ് സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, അമോണിയ NH3 ആണ്, അമോണിയ, ലെഡ്, പാർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 പാർട്ടിക്കുലേറ്റ് മാറ്റർ 10. ഇത്രയുമാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സിലെ പൊല്യൂട്ടൻ ലിസ്റ്റിൽ ഉള്ളത്. ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ് ഇല്ലാത്തത്. Next one, in which of the countries per capita use of water is maximum? ആളോഹരി ജല ഉപയോഗം കൂടുതലുള്ളത് ഏത് രാജ്യത്താണ്? ഓപ്ഷൻസ് USA, യൂറോപ്യൻ യൂണിയൻ, ചൈന, ഇന്ത്യ. ഈ പറഞ്ഞ ഓപ്ഷനിൽ വെച്ച് ആൻസർ യൂറോപ്യൻ യൂണിയൻ ആണ്. ഓപ്ഷൻ ബി യൂറോപ്യൻ യൂണിയൻ ആണ്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുമ്പോൾ 28 മെമ്പർ കൺട്രീസ് ചേർന്നതാണ്. 508 മില്യണിൽ കൂടുതൽ പോപ്പുലേഷൻ ഉള്ള 28 കൺട്രീസ് ചേർന്നതാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ തന്നെ ആയിരിക്കും ജല ഉപയോഗവും കൂടുതൽ. ഒരു സിംഗിൾ കൺട്രി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് USA ആണ്. നമ്മൾ പറയും USA ജല ഉപയോഗം വളരെ കുറവാണ്, അവരൊന്നിനും കഴുകലും പിടിക്കലും ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അവിടെ ജല ഉപയോഗം കുറവായിരിക്കും എന്ന് ചിന്തിക്കരുത്. ഒരു സിംഗിൾ കൺട്രിയിൽ വാട്ടർ യൂസ് മാക്സിമം ആയിട്ടുള്ളത് USA അഗ്രികൾച്ചറൽ ഫീൽഡ്സിലാണ് കൂടുതലായിട്ടും അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഉണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ആണ്. സിംഗിൾ കൺട്രി ഏതാണ് എന്നാണ് ചോദ്യമെങ്കിൽ ആൻസർ USA ആണ്. ഏറ്റവും കുറവ് ഉപയോഗിക്കുന്ന ലീസ്റ്റ് ഉപയോഗമുള്ളത് മൊസാംബിക്, എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങളാണ്. നെക്സ്റ്റ് വൺ, ഹൗ മെനി ന്യൂക്ലിയർ മിഷൻസ് ഓഫ് ഇന്ത്യൻ ഗവൺമെന്റ് ആർ there to address the problem of climate change? കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യൻ സർക്കാരിന്റെ കീഴിൽ എത്ര ദൗത്യങ്ങളാണ് ഉള്ളത്? ഓപ്ഷൻസ് 6, 8, 12, 17. നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് NAPCC അതിൽ ഒരെണ്ണമാണ്. അതുപോലുള്ള എത്ര മിഷൻസ് ആണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 8 എണ്ണമാണ്. അതിന്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നോക്കിക്കൊള്ളുക. അടുത്തത് ക്യോട്ടോ പ്രോട്ടോകോൾ. അതും എൻവയോൺമെന്റിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോട്ടോകോൾ ആണ്. ക്യോട്ടോ പ്രോട്ടോകോൾ റിലേറ്റഡ് ടു ഓസോൺ ഡിപ്ലീഷൻ, ഹസാർഡസ് വേസ്റ്റ്, ക്ലൈമറ്റ് ചേഞ്ച്, ന്യൂക്ലിയർ എനർജി. നമ്മൾ ഇന്ന് ഈ മോക്ക് ടെസ്റ്റിൽ തന്നെ മുന്നേ ഒരെണ്ണം പഠിച്ചിരുന്നു. മോൺട്രിയൽ പ്രോട്ടോകോൾ ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? ഏതുമായിട്ട് റിലേറ്റ് ചെയ്താണ്? മോൺട്രിയൽ റിലേറ്റഡ് ടു ഓസോൺ ഡിപ്ലീഷൻ. ഇവിടെ ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്. ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻസ് കുറയ്ക്കുക എന്ന ഉദ്ദേശമാണ്. അതായത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻസ് കുറയ്ക്കുക. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസും ഗ്ലോബൽ വാർമിങ്ങും റിലേറ്റ് ചെയ്തിരിക്കുന്ന ക്ലൈമറ്റ് ചേഞ്ചുമായിട്ടാണ്. അപ്പോൾ ക്യോട്ടോ പ്രോട്ടോകോൾ റിലേറ്റഡ് ടു ക്ലൈമാറ്റിക് ചേഞ്ച്, ലിങ്ക് ടു യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമാറ്റിക് ചേഞ്ച് UNFCCC.
Last question. Indian government's target of producing power from biomass by the year 2022 is 2022 കൂടി ബയോമാസിൽ നിന്നുള്ള എനർജി പ്രൊഡക്ഷൻ എത്ര കണ്ട് വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ് 50 ജിഗാവാട്ട്, 25 ജിഗാവാട്ട്, 15 ജിഗാവാട്ട്, 10 ജിഗാവാട്ട്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 10 ജിഗാവാട്ട് ആണ്. ഇത് റിന്യൂവബിൾ എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്ത ഉള്ളതാണ്. ടോട്ടൽ റിന്യൂവബിൾ എനർജിയുടേത് 175 ജിഗാവാട്ട് ആണ്. ടോട്ടൽ റിന്യൂവബിൾ എനർജി 175 ജിഗാവാട്ട് ആണ്. അതിൽ 100 ജിഗാവാട്ട് ഫ്രം സോളാർ, 60 ഫ്രം വിൻഡ്, 10 ഫ്രം ബയോമാസ്, 5 ജിഗാവാട്ട് ഫ്രം ഹൈഡ്രോ പവർ. 175 ജിഗാവാട്ട് എനർജി മൊത്തം റിന്യൂവബിൾ എനർജി സോഴ്സിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനാണ് 2022 കൂടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ 2022 കൂടി ഇത് 227 ജിഗാവാട്ടായിട്ട് വർദ്ധിപ്പിക്കാനും തീരുമാനമുണ്ട്. ഇവിടെ 10 ക്വസ്റ്റ്യൻസ് പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.